വിശിഷ്ടാതിഥികൾ ശ്രീ ഡേവിഡ് പോളി, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിനും കലോത്സവം നടക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് അവധിയായിരുന്നു. സ്കൂൾ അവർക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ബാക്കിൽ ഞാൻ കൈയടിച്ചിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെ മലയാള സിനിമാ സ്വന്തങ്ങളുടെ ഹൃദയങ്ങളിൽ ചേർത്തോടുകയും തട്ടത്തിൽ മറിയത്തിൽ നേരം 1983 ബാംഗ്ലൂർ ബേസും ഒരു വടക്കൻ സെൽഫിയും കടന്നു പ്രേമത്തിലെ ജോർജ് എന്ന കഥാപാത്രത്തിലൂടെ ന്യൂജൻ പ്രഭാവത്തിന്റെ ചെറുത മണിക്കൂറുകളിൽ മലയാള സിനിമയുടെ നക്ഷത്ര രാജകുമാരനായി അബ്രപാടികളിൽ നിറഞ്ഞാടുകയാണ്. നമ്മുടെ ഈ കലോത്സവ വേദി ഇത്തിരി നേരം നമ്മളോട് ചെലവഴിക്കാൻ എത്തിച്ചേർന്ന നിവിൻ പോളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഏറെ സന്തോഷപൂർവ്വം 56ാമത് സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങിന്റെ വിശിഷ്ടാതിഥി പ്രസംഗത്തിന് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ നൽകുന്ന ഈ കൈയടിക്കും ആദരവുകൾക്കും ആദ്യമേ നന്ദി പറയുകയാണ്. ഞാൻ ഒരു കലോത്സവ വേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. വ്യക്തിപരമായി വളരെ വിഷമത്തിലുള്ള ഒരു ദിവസമാണെന്ന് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൽപ്പന ചേച്ചി ഞങ്ങളെ വിട്ട് പോയിരിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. കൽപ്പന ചേച്ചിയുടെ മകനായിട്ടും അഭിനയിച്ചു. വളരെ കുറച്ച് ദിവസങ്ങളാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചു. ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവച്ചിരിക്കും. ഇനിയും തുടരെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇതിനൊന്നും സാധിച്ചില്ല. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവത്തിനും കലോത്സവം നടക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് അവധിയായിരുന്നു. വേറെ ഒന്നുമല്ല, എന്നെക്കാളും മിടുക്കരായ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും അന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് TV കാണാറുള്ള പതിവ്. ഇവരെല്ലാവരും കലോത്സവങ്ങൾക്ക് പോയി സമ്മാനങ്ങൾ മേടിക്കുകയും സ്കൂൾ അവർക്ക് സമ്മാനം കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ബാക്കിൽ ഞാൻ കൈയടിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ദിവസം ഇത്രയും ഒരു 10,000-ഓളം വരുന്ന ഇത്രയും വലിയൊരു കലാകാരന്മാരുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതിന് വിളിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കലോത്സവത്തിൽ വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ അതിൽ പങ്കെടുത്തവർക്കും. വിജയിക്കാത്തവർ ഒരിക്കലും വിഷമിക്കരുത്. ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം, അതേ പാതയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഒരു നാൾ നിങ്ങൾ വിജയിക്കും. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് മാർക്കുകളോ ഗ്രേഡുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളിലും സ്കൂളുകളിലും ഫസ്റ്റ് ആവുന്നത് മാത്രമല്ല, ഓരോ വിദ്യാർത്ഥികളും വ്യത്യസ്തരാണ്. അത് മനസ്സിലാക്കാൻ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും സ്കൂളുകൾക്കും കഴിയണം. അവർക്ക് അതിനുവേണ്ട സപ്പോർട്ട് നൽകാൻ എല്ലാവർക്കും സാധിക്കണം. എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. സ്കൂളുകളും എല്ലാവരും ഈ രീതിയിലേക്ക് മാറണമെന്നുള്ളത്. അതിന് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഒരു കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഉടനെ തന്നെ ഇറങ്ങും. എൻ്റെ പുതിയ സിനിമയുടെ റിലീസിൻ്റെ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ചെന്നൈയിൽ പോകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വിജയികളായിട്ടുള്ള എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്നേഹവും പ്രോത്സാഹനവും എന്നും കൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൽ നിർത്തുകയാണ്. നന്ദി. സഹോദരന്മാരെ, യോഗാധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുള്ള നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ NA സലീം ഫറൂഖി, വിശിഷ്ടാതിഥികൾ ശ്രീ ഡേവിഡ് പോളി,
സുരാജ് വെഞ്ഞാറമൂട്, സുധീർ കരമന. ഏതായാലും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡുകളുടെ കയറ്റിറക്കങ്ങൾ വെറും സാങ്കേതികം മാത്രമാണെന്ന് കരുതിയാൽ മതി. ഏത് ഗ്രേഡ് ലഭിച്ചവരായാലും അവരെ കാത്തിരിക്കുന്നത് വലിയ സാധ്യതകളാണ്. അത് പ്രയോജനപ്പെടുത്താൻ സമർപ്പിത മനസ്സും കഠിന പ്രയത്നവുമാണ് വേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ചിന്തയിലും ഹൃദയത്തിലും സൂക്ഷിച്ച് മുന്നേറുക. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ, ആശംസകൾ. നന്ദി, നമസ്കാരം. you